68ാമത് തെക്കൻ കുരിശുമലയുടെ ഭാഗമായി ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് സംഗമവേദിയിലാണ്. ചലിക്കുന്ന ഹൃദയവും ചലിക്കുന്ന കാലുകളുമായി നടന്ന ഒരു മഹാകരുണാനിധിയായ ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് ഫാദർ അദയോദാത്തൂസ് അച്ഛൻ. അച്ഛനെക്കുറിച്ച് കൂടുതൽ നമുക്കറിയാൻ വേണ്ടി ഒരു വലിയൊരു എക്സ്പോ ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട്. ആ എക്സ്പോയെക്കുറിച്ച് അറിയുന്നതിലേക്കായി നമുക്ക് ഏറ്റവും ബഹുമാന്യനായ മുതിയാവിളയിലെ വിൽസൺ സാർ നമ്മോടൊപ്പമുണ്ട്. സാറിനെ നമുക്ക് സമന്വയ വിഷനിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം സാർ. അപ്പോൾ അദയോദാത്തൂസ് അച്ഛനെ കുറിച്ചാണ് സാറിനോട് കുറച്ച് വിവരണങ്ങൾ എനിക്ക് ചോദിക്കാനായിട്ടുണ്ട്. അപ്പോൾ ഈ ഫാദറിൻ്റെ ഇപ്പോഴാണ് ഫാദറായത്, നേരത്തെ ഒരു സാധാരണ മനുഷ്യനായിട്ടാണ് ജനിച്ചത്. അത് ഏത് നാട്ടിലാണ് ജനിച്ചതെന്നും അതിനെക്കുറിച്ചൊന്ന് ജനനത്തെക്കുറിച്ചൊന്ന് സാറിന് പറയാമോ? അച്ഛൻ ജനിച്ചത് ബെൽജിയം എന്ന സ്ഥലത്താണ്. 1896 ജാനുവരി 27 അച്ഛൻ ജനിക്കുന്നത്. അച്ഛൻ സാധാരണ സ്കൂൾ പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് അന്ന് രണ്ടാം ലോക മഹായുദ്ധം നടക്കുന്ന സമയമായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് യുദ്ധത്തിൽ പട്ടാളത്തുകാരനായിട്ട് ചേരുകയും അന്ന് നിർബന്ധിതമായിട്ടും പട്ടാളത്തിൽ ചേരണമെന്നുണ്ടായിരുന്നു. അതിൻ്റെ പേരിൽ അച്ഛൻ പട്ടാളത്തിൽ ചേരുന്നു. തുടർന്ന് ശത്രു സൈന്യം അച്ഛനെ പിടിച്ചുകൊണ്ട് പോവുകയും 11 മാസത്തോളം ജയിലിൽ കിടക്കുകയും ചെയ്തു. അപ്പോൾ ഈ ജയിലിൽ കിടക്കുന്ന കാലഘട്ടത്ത് ജയിൽ മോചിതനായി തിരിച്ചു വരികയാണെങ്കിൽ ജൂലിയൻബർഗിന് അച്ഛനായിട്ട് കർമ്മലിത്ത മിഷനറി ആക്കിക്കൊള്ളാമെന്നുകൊണ്ട് അമ്മ നേർന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് അച്ഛൻ തിരിച്ചു വന്നതിന് ശേഷം അമ്മ മകനോട് അത് ആവശ്യപ്പെടുന്നു. അമ്മയുടെ ഇഷ്ടപ്രകാരം മകൻ കർമ്മലിത്ത സഭയിൽ ചേരുകയും അവിടെ വെച്ച് സഭ വസ്ത്രം സ്വീകരിക്കുകയും ചെയ്യുന്നത്. അങ്ങനെയാണ് അച്ഛൻ ഈ വൈദിക ജീവിതത്തിലേക്ക് കടന്നു വരാൻ സാധ്യത വന്നു. അതിനൊരു പ്രചോദനം നൽകിയത് തീർച്ചയായിട്ടും അമ്മ തന്നെയാണ്. അതെ അതെ, അമ്മയാണ്. കരുതൽ അല്ലെങ്കിൽ ദൈവത്തിന് വേണ്ടി സമർപ്പിക്കണമെന്നുള്ള അതിയായ ആഗ്രഹത്താലാണ് അദ്ദേഹം ഈ ഒരു മിഷൻ പ്രവർത്തനം എന്ന മേഖലയിലോട്ട് കടന്നു വരുന്നത്. സാറ് പറഞ്ഞതുപോലെ തന്നെ ഈ രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ ഭാഗമായി ഒത്തിരി കഷ്ടതകൾ അദ്ദേഹം അനുഭവിച്ചു. ജൂലിയൻ എന്ന ആ ബാലനല്ല, ഒരു യുവാവായിരുന്നു അദ്ദേഹം. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ മാതാവിൻ്റെ ആ ഒരു കരുതലും സ്നേഹവും ദൈവത്തോടുള്ള ആ മകനെ അടുപ്പിക്കാനുള്ള ഒരു പ്രത്യേകമായ കരുതൽ കൊണ്ടാണ്, മാതാവിൻ്റെ ഒരു ഇഷ്ടപ്രകാരം തന്നെയാണോ ഇദ്ദേഹം ഇങ്ങനെ ഒരു മിഷൻ പ്രവർത്തനത്തിലേക്ക് കടന്നു വരുന്നത്? അതെ, അമ്മയുടെ ആ ഒരു പ്രചോദനവും അമ്മയുടെ പ്രാർത്ഥനയുമാണ്. അമ്മ പറയുന്നതെന്ന് പറഞ്ഞാൽ, നീ യുദ്ധത്തടവുകാരനായിട്ട് പിടിക്കപ്പെട്ടപ്പോൾ ഞാൻ കണ്ണീരോടെ പ്രാർത്ഥിച്ചത് നീ തിരിച്ചു വരികയാണെങ്കിൽ ഞാനൊരു വൈദികനാക്കിയിരിക്കും, കർമ്മലിത വൈദികനാക്കാമെന്നുള്ള പ്രാർത്ഥനയാണ് അവിടെ നിന്ന് നീ മോചനായി വന്നതെന്ന് അമ്മയാണ് മകനോട് ആവശ്യപ്പെടുന്നത്. തീർച്ചയായിട്ടും അപ്പോഴാണ് ഈ മിഷൻ പ്രവർത്തനത്തിലേക്ക് വരുമ്പോഴാണ് അദ്ദേഹത്തിന് അദയോദാത്തൂസ് എന്ന പേര് ലഭിക്കുന്നത്. അതെ, നമുക്ക് നിത്യവ്രത വാഗ്ദാനം എന്ന് പറഞ്ഞ ഒരു ഘട്ടമുണ്ട്. അപ്പോഴത്തേക്കാണ് ഇവരുടെ അതുവരെ ഉണ്ടായിരുന്ന പേരിനൊരു മാറ്റം വരും. അപ്പോൾ അവർക്ക് സഭയിൽ നിൽക്കുമ്പോൾ ഏത് പേരാണ് ആവശ്യപ്പെടുന്നത് അതനുസരിച്ച് അപ്പോൾ ദൈവത്തിൻ്റെ ദാനം എന്നുള്ള അർത്ഥത്തിൽ ഫാദർ അദയോദാത്തൂസ് എന്ന നാമം സ്വീകരിക്കുന്നതാണ്. അദ്ദേഹം ദൈവത്തിൻ്റെ നാമം അല്ലെങ്കിൽ സമ്മാനം അല്ലേ, അങ്ങനെയുള്ള ഒരു നല്ലൊരു പേര് അദ്ദേഹം സ്വീകരിക്കുന്നത്. അങ്ങനെ സ്വീകരിച്ചതിന് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ മിഷൻ പ്രവർത്തനം തീർച്ചയായിട്ടും എവിടെയാണ് നടന്നത്? ബെൽജിയത്ത് തന്നെയാണോ നടന്നത്, അതോ നാട്ടിൽ വേറെ ഏതെങ്കിലും സ്ഥലത്താണോ നടന്നത്, നമ്മുടെ ഇന്ത്യയിലാണോ നടന്നത്? അതിനെക്കുറിച്ചൊന്ന് പറയാം. 27 പട്ടം സ്വീകരിക്കുന്നു. 27 പട്ടം സ്വീകരിച്ച് ഉടൻ തന്നെ ഇന്ത്യയിലേക്ക് വരികയാണ്. അച്ഛൻ്റെ മിഷൻ പ്രവർത്തനം എന്ന് പറയുന്നത് ഇന്ത്യയിൽ വന്നതിന് ശേഷമാണ്. ബെൽജിയത്ത് അങ്ങനെ ഉണ്ടായിട്ടില്ല. അച്ഛൻ അതിനുശേഷം ചേരിക്ക് പാങ്ങോട് ആശ്രമത്തിൽ വരുന്നു. പാങ്ങോട് ആശ്രമത്തിൽ വന്നതിന് ശേഷം അവിടുത്തെ കണക്ക് സെമിനാരിയുടെ കണക്ക് കാര്യങ്ങൾ നോക്കുന്നു. അവിടുത്തെ സെമിനാരികളെ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നു. പിന്നെ ഊളംപറ മാനസിക രോഗ ആശുപത്രിയിൽ ഇതിന് പോകുന്നുണ്ട്. പിന്നെ അവിടെ സിസ്റ്റേഴ്സിൻ്റെ കുമ്പസാരക്കാരനായിരുന്നു. അങ്ങനെ ആയിരുന്നു അച്ഛൻ്റെ ആദ്യത്തെ 19 വർഷത്തെ പ്രവർത്തനം അവിടെ അങ്ങനെയായിരുന്നു. അതുപോലെ തന്നെ ഈ പാങ്ങോട് ആശ്രമത്തിൽ തൻ്റെ കുറേ അധികം കരുതലും സ്നേഹവും മറ്റുള്ളവർക്ക് പകർന്നു നൽകിക്കൊണ്ട് പിന്നെ മലയോര പ്രദേശമായ മുതിയാവിള എന്ന സ്ഥലത്തേക്ക് അദ്ദേഹം വരികയും അവിടെ ഒരു പള്ളി ചാർജ് ഏറ്റെടുക്കുകയും ചെയ്തു എന്ന് ഞങ്ങൾക്കൊക്കെ വായിച്ചു കേട്ട അറിവുണ്ട്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന അച്ഛൻ്റെ പ്രവർത്തനങ്ങൾ എന്തായിരുന്നു, ഒന്ന് വിശദീകരിക്കാം. 1947 അച്ഛൻ മുതിയാവിളയിൽ ചാർജ് എടുത്ത് വരികയാണ്. അന്ന് അവിടെ ദാരിദ്ര്യം, അതുപോലെ തന്നെ കോളറയൊക്കെ നാളിലൊക്കെ രോഗാവസ്ഥയിലൊക്കെയാണ്. ആ സമയത്താണ് അച്ഛൻ അവിടേക്ക് വരുന്നത്. അന്നത്തെ ആ വിശ്വാസ സമൂഹത്തിന് അച്ഛൻ അവിടേക്ക് വരുന്നത് തന്നെ ഒരു ആശ്വാസമായിരുന്നു.
അപ്പം തിരിച്ച് അച്ഛൻ അവിടെ വന്ന് പ്രവർത്തനം തുടങ്ങിയതെന്ന് പറഞ്ഞാൽ ഏറ്റവും അച്ഛനെക്കുറിച്ച് നമുക്കൊരിക്കലും പറഞ്ഞാൽ മതിയാകാത്തൊരിതെന്ന് പറയുന്നത്, ഒരു വ്രണവുമായിട്ട് ഒരാൾ വന്നു കഴിഞ്ഞാൽ അയാളുടെ വ്രണം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിനെ മണപ്പിച്ച് നോക്കും. അതിൻ്റെ പഴക്കം നോക്കി അതിന് എന്താണ് ചികിത്സ എന്ന് പറഞ്ഞാൽ ഇഞ്ചക്ഷൻ എടുക്കേണ്ടതാണോ, മരുന്ന് വെച്ചിട്ട് മാത്രം തീരുന്നതാണോ എന്നുള്ളത് നോക്കുന്നത് അന്ന് ആ മണപ്പിച്ച് നോക്കിയായിരുന്നു. അത് തന്നെയാണ് ഏറ്റവും വലിയ പ്രവർത്തനം എന്ന് പറയാം. പിന്നെ അതുപോലെ തന്നെ തിരിച്ച് ഈ മായം അമ്പൂരി ഭാഗങ്ങളിലേക്ക് അച്ഛൻ പോകുന്നു. ആ കാലഘട്ടത്ത് മായം അമ്പൂരി പ്രദേശങ്ങളിലുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, അവിടെ ഈ ചങ്ങനാശ്ശേരി രൂപതയിൽ നിന്ന് വന്ന ഒത്തിരി ആളുകളാണ് അവിടെ താമസിക്കുന്നതായിരുന്നു. ഇവിടെ ഇവർക്ക് കുഞ്ഞുങ്ങളൊന്നും ലഭ്യമാവുന്നതായിരുന്നു. കാരണം 6-7 മാസമാകുമ്പോൾ അബോർഷൻ ആവുന്ന ഒരു കാലഘട്ടമായിരുന്നു. അങ്ങനെ ഒരുപാട് പേർക്ക് മക്കളൊന്നും ഇല്ലാതെ നിൽക്കുന്ന ഒരു കാലഘട്ടം. ഇവർ തിരിച്ച് ചങ്ങനാശ്ശേരിയിലേക്ക് പോകാൻ നിൽക്കുന്ന ഒരു സമയത്താണ് അച്ഛൻ ഇവിടെ ചാർജ് എടുത്തിട്ട് മായ അമ്പൂരി ഭാഗത്തേക്ക് പോകുന്നത്. അപ്പോൾ അവിടെയുള്ളവരിങ്ങനെ അച്ഛന് ഇങ്ങനെ ഒരു പുതിയൊരു അച്ഛൻ വന്നു, ഒരു അത്ഭുത സിദ്ധിയുള്ള അത്രയും കഴിവുള്ള പ്രാർത്ഥനയിൽ അത്രയും തന്നുള്ള ഒരു അച്ഛൻ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞതിൻ്റെ പേരിൽ അവിടെയുള്ളവർ ഇവിടെ വരികയും അച്ഛനെ വന്ന് കാണുകയും അവരുടെ വിഷമങ്ങൾ പറയുകയും അച്ഛൻ ഇത് കേട്ട ഉടനെ തന്നെ ഒരു ദിവസം ഇവിടെ നിന്ന് കണ്ടന്നിട്ട പള്ളി മുതൽ മായം ഭാഗം വരെയും ബൈബിൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രാർത്ഥനയോടുകൂടെ ആ മായഭാഗത്ത് പോവുകയും അവിടെയുള്ള ആൾക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അതിനുശേഷം ആ അബോർഷനാകുന്ന അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ ലഭിക്കാതിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് മാറ്റം വരികയും അവിടെ കുടുംബങ്ങളിൽ ആ മക്കൾ ജനിക്കുകയും അതിലൂടെ തലമുറ നിലനിൽക്കുകയും തിരിച്ച് ചങ്ങനാശ്ശേരിക്ക് പോകാൻ വേണ്ടി നിന്നിരുന്നവർ തിരിച്ചിവിടെ തന്നെ താമസമാവുകയും ലാറ്റിൻ പള്ളികൾ, അന്ന് ലാറ്റിൻ പള്ളി മാത്രമേ ഉള്ളൂ, ലാറ്റിൻ പള്ളികൾ തന്നെ അവിടെ വയ്ക്കുകയും അങ്ങനെ അച്ഛനോടുള്ള ആ ഒരു ഏറ്റവും കൂട്ടായിക്കൊണ്ട് അവർ ആ പ്രാർത്ഥനയിൽ പങ്കുചേർന്നുകൊണ്ട് മുന്നോട്ട് പോയി. അതായത് അച്ഛൻ്റെ ഒരു കരുണാനിധിയായ പ്രവർത്തനം, മറ്റുള്ളവരുടെ കരുണയോടെ അവരെ ബിഹേവ് ചെയ്ത് അവരെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ഒത്തിരി കാര്യങ്ങൾ ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് ഒത്തിരി അത്ഭുതങ്ങൾ അവർക്ക് കൊടുക്കാനായിട്ട് സാധിച്ചു. അതുപോലെ ധാരാളം ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒത്തിരി ജനത, ഞങ്ങളുടെയൊക്കെ അപ്പൂപ്പൻ്റെ അമ്മൂമ്മയുടെ കാലത്തൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അവിടെ ചെല്ലുമ്പോൾ ഒരു നേരത്തെ ആഹാരത്തിനോ അല്ലെങ്കിൽ അരി വാങ്ങിക്കാനോ പൈസ ഇല്ലാതെ വരുമ്പോൾ തൻ്റെ സഞ്ചിയിലുള്ള പൈസ എടുത്ത് നൽകുകയും ഒരു വടി എപ്പോഴും കയ്യിലുണ്ടാവുകയും അത് മാത്രമല്ല ഒരു സൈക്കിളിലാണ് അദ്ദേഹം യാത്ര ചെയ്യുന്നത്. വളരെ യാതനകൾ സഹിച്ചുകൊണ്ടാണ് മലകളൊക്കെ കയറി പല ആൾക്കാരെയും കണ്ട് ഒരുപാട് കാരുണ്യ പ്രവൃത്തികളൊക്കെ അച്ഛൻ ചെയ്ത് വന്നിരുന്നത്. അപ്പോൾ അതിൻ്റേതായ ഫലം മറ്റുള്ളവർക്ക് ലഭിച്ചിരുന്നു ആ കാലഘട്ടത്തിൽ. അത് ഇന്നും അത് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് മറ്റ് തലമുറകൾ ഈ പറഞ്ഞതുപോലെ നേരത്തെ കുഞ്ഞുങ്ങളെയൊക്കെ നൽകുന്ന ഒരു ഇത് ആ തലമുറ പാരമ്പര്യമായിട്ട് നിലനിന്ന് പോകുന്നതുകൊണ്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ അദ്ദേഹത്തെ ഇത്രയധികം ഓർമ്മിക്കുന്നത്, അല്ലേ? അതെ, ഓർമ്മിക്കുന്നത് അതുമാത്രമല്ല, നമ്മുടെ ആ കാലഘട്ടത്ത് ഈ കുഞ്ഞുങ്ങൾ കിട്ടിയ ഒരു സംഭവം. അതുപോലെ തന്നെ അന്ന് ഈ കീടങ്ങൾ വന്ന് ഈ മായാമ്പൂർ ഭാഗത്തും അതുപോലെ തന്നെ മുതിയാവളുടെ ഭാഗങ്ങളിലും കൃഷി നശിപ്പിക്കുന്നതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ചെറിയ ജീവികളൊക്കെ ആണെങ്കിൽ അതിനെ ആൾക്കാർ പിടിച്ചുകൊണ്ടുവന്ന് അച്ഛൻ്റെ കൊടുക്കും പ്രാർത്ഥിക്കാനായിട്ട്. അപ്പോൾ ഇത് കയ്യിൽ വെച്ചുകൊണ്ട് ആ ഏത് ദിശയിലാണ്, ഇപ്പം മായത്തോട്ടാണെങ്കിൽ അച്ഛൻ ഒരു അറിയാം, ആ ദിശ നോക്കിയിട്ട് ഒന്ന് പ്രാർത്ഥിക്കും. പിന്നെ ആ കീടം അവിടെ ഉണ്ടാവാറില്ല. പിന്നെ അച്ഛൻ ഈ മായമ്പൂരി ഭാഗത്തേക്കൊക്കെ ഈ വടിയുമായിട്ട് നടന്നു പോകുന്ന സമയത്താണ് അത് കാട്ടിലെ മൃഗങ്ങൾ, ആന, ഇങ്ങനെയുള്ള കാട്ടുമൃഗങ്ങൾ, ഇഴജന്തുക്കൾ വന്നു കഴിഞ്ഞാൽ അച്ഛൻ അവിടെ വന്നിട്ട് അച്ഛൻ മാതാവിൻ്റെ ഭക്തനായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അച്ഛൻ പറയുന്നൊരു പ്രാർത്ഥനയുണ്ട്, ഉത്തരിയും പെറ്റവളെ ഉലകത്തിനുയരെ ഈ ദുഷ്ടമൃഗത്തിൻ്റെ വായ് കെട്ടെന്ന് പറഞ്ഞിട്ട് അച്ഛൻ അവിടെ നിന്ന് നടന്നു പോകും. പക്ഷേ ഈ മൃഗം നിൽക്കുന്നിടത്ത് അവിടെ നിൽക്കുന്നതല്ലാതെ അച്ഛനെ ഉപദ്രവിക്കുകയോ അച്ഛൻ അടുത്തോട്ട് വരികയോ ചെയ്യില്ല എന്നുള്ള അതൊക്കെ പഴയ ആൾക്കാർ പറഞ്ഞ് നമ്മൾ കേൾക്കുന്ന ഒരു അനുഭവമാണ്. അതൊക്കെയെന്ന് പറഞ്ഞാൽ ഇത് കേട്ട് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് പിന്നെ അച്ഛനെക്കുറിച്ചൊന്നും ചെയ്യാതിരിക്കാനോ പ്രവർത്തിക്കാനോ കഴിയില്ല. ആ ഒരു അവസ്ഥയിലാണ് ഇന്ന് ഇതിൻ്റെ പ്രവർത്തനത്തിലേക്ക് നമ്മളൊക്കെ ഇറങ്ങി വന്ന് കാര്യങ്ങൾ ചെയ്തു പോകുന്നത്. പിന്നെ അച്ഛനെക്കുറിച്ച് ഏറെ കേട്ട് പരിചയമുള്ള ഒരു വാക്കാണ് മുതിയാവിള വലിയച്ഛൻ എന്ന് പറയുന്നത്. കാരണം ഈ പാങ്ങോട് ആശ്രമത്തിൽ വന്നതിന് ശേഷം മുതിയാവിളയിലേക്ക് ചാർജ് എടുക്കുന്നു. അവിടെ നിരവധിയായ പ്രവർത്തനങ്ങൾ, ആൾക്കാർ തനിയെ വിളിച്ചു പോയ ഒരു പേരാണ് മുതിയാവിള വലിയച്ഛൻ എന്നുള്ള ഒരു വലിയൊരു പദവി തന്നെയാണ് അത് ജനങ്ങളുടെ ഇടയിൽ നിന്ന് അദ്ദേഹം സ്വായത്തമാക്കിയത്. അപ്പം ആ ഒരു വലിയച്ഛൻ എന്നുള്ള സ്ഥാനത്തിലേക്ക് ഈ പറഞ്ഞതുപോലെ ഒരുപാട് കാരണങ്ങളുണ്ട്, അല്ലേ? നേരത്തെ പറഞ്ഞ ഒരുപാട് കാരണങ്ങൾ, വ്രണങ്ങൾ എല്ലാം അതിൻ്റെ ഭാഗമായിട്ടാണ്. പക്ഷേ ദൈവത്തിൻ്റെ പ്രത്യേകമായ കരുതലും കാരുണ്യവും മാതാവിൻ്റെ പ്രത്യേകമായ അനുഗ്രഹവും അച്ഛനിൽ നേരത്തെ തന്നെ അതുണ്ടായിട്ട് അത് തന്നെയാണ് മറ്റുള്ളവർക്ക് പകർന്നു നൽകിക്കൊണ്ടിരുന്നത്. ആദ്യകാലങ്ങളിൽ അച്ഛൻ പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ അച്ഛൻ മാത്രമേ ഉള്ളൂ. പിന്നെ അച്ഛന് സഹവികാരികൾ വരാൻ തുടങ്ങി. അപ്പോഴത്തേക്കും ആൾക്കാർ ബഹുമാനപൂർവ്വം ഈ അനുഭവിക്കുന്ന അപ്പൻ്റെ സ്നേഹം മക്കൾ അനുഭവിക്കുമ്പം അപ്പനോട് പ്രത്യേക ഒരു സ്നേഹം വരും. ആ ഒരു സ്നേഹത്തിൻ്റെ നിറവിൽ നിന്നുകൊണ്ടാണ് വലിയച്ഛനെന്ന് വിളി തുടങ്ങി.
വിളിച്ചിട്ട് പിന്നെ അതിപ്പം അത് മുതിയാവള വല്യച്ഛൻ എന്നുള്ള ആ വെളിപ്പേരിലേക്ക് വന്നു. മുതിയാവളുടെ ഏതൊരാവശ്യത്തിന് നോക്കിയാലും മുതിയാവള വല്യച്ഛൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് അത്രയും കരുതലും കരുണയും കൂടെ ആൾക്കാരുടെ മുമ്പിലുണ്ട്. പിന്നെ വിദ്യാഭ്യാസം അന്നെന്ന് പറഞ്ഞാൽ അച്ഛൻ ഇതിപ്പം മായത്തേക്കോ അല്ലെങ്കിൽ അമ്പൂരിലേക്കൊക്കെ പോകുമ്പോൾ നടന്നാണ് പോകുന്നതെങ്കിൽ അത് കൂടെ ഒരു സഹോദരൻ ഒരു ചേട്ടൻ ഉണ്ടാവും. അത് പെട്ടിയും കുർബാനയ്ക്ക് വേണ്ടുന്ന വസ്ത്രം പാത്രം ഇതെല്ലാമായിട്ട് പോവുകയാണ്. ഈ പോകുന്ന വഴിക്ക് ഒരു രോഗിയായ ഒരാൾ വന്നു കഴിഞ്ഞാൽ ഉടനെ പോക്കറ്റിൽ കൈയിടുന്നു, അല്ലെങ്കിൽ ഒരു ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരു കുട്ടിയെ കണ്ടാൽ പോലും ഈ പോക്കറ്റിൽ കൈയിടുന്നു. അതിന്ന് എണ്ണി നോക്കുന്നൊന്നുമില്ല, അതങ്ങ് വാരിയും കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അത്രയും കരുണയോടുകൂടെ ഇത് സുവിശേഷ പ്രവർത്തനം നടത്തിയ ഒരാളാണ്. അപ്പം അതിൽ നിന്ന് അന്ന് തന്നെ ജീവിച്ചിരുന്നപ്പോൾ തന്നെ ഈ നമ്മൾ ഇവിടെ മുതിയാവളയിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അന്നത്തെ ജനങ്ങളെല്ലാം വിളിക്കുന്ന എന്താണ് വിശുദ്ധനായ അച്ഛനെന്നാണ്, വിശുദ്ധനാണെന്നുള്ളതാണ് അതിൻ്റെ അവസ്ഥ. തീർച്ചയായിട്ടും. അപ്പോൾ ഇത്രയേറെ പ്രവർത്തനങ്ങൾ ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ നമ്മുടെ പ്രദേശത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ വളരെ കരുണാനിധിയായ പ്രവർത്തനങ്ങൾ നമുക്ക് അനുഭവിച്ചറിയാൻ നമ്മുടെ മുന്നേയുള്ള തലമുറയ്ക്ക് അനുഭവിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു നാട്ടിൽ അച്ഛൻ വളരെയധികം എൻജോയ് ചെയ്ത് മറ്റുള്ളവരെ സേവിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. എങ്കിലും അച്ഛന് തൻ്റെ സ്വന്തം നാടായ ബെൽജിയത്തിലേക്ക് പോകാൻ ഏതെങ്കിലും ഘട്ടത്തിൽ തോന്നിയിരുന്നോ? അങ്ങനെ പോയിട്ടുണ്ടോ? അങ്ങനെയെങ്കിൽ എത്ര തവണയായിരിക്കും പോയിട്ടുണ്ടാവുക? അച്ഛനാകെ പോയിട്ടുള്ള നാട്ടിൽ ഒരേ ഒരു പ്രാവശ്യമേ പോയിട്ടുള്ളൂ. ബാക്കി എല്ലാ സമയവും ഇവിടെ തന്നെയാണ്. പിന്നെ അച്ഛൻ്റെ ഒരു സഹോദരിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അവരുടെ അടുത്ത് ഇങ്ങനെ കത്തുകൾ അയക്കുക മാത്രമേ ഉള്ളൂ. എൻ്റെ മക്കൾക്ക് കൊടുക്കാനായിട്ട് എൻ്റെ ഒന്നുമില്ല, കൊടുക്കാനുള്ള വക എനിക്ക് അയച്ചു തരണമെന്ന് പറഞ്ഞിട്ട് കത്തുകൾ മാത്രം അയച്ചുകൊണ്ട് അച്ഛനിവിടെ ഇവരുടെ കൂടെ ഇവിടുത്തെ അച്ഛനെ അയച്ചതെന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ ഒരു ശിഷ്യൻ വന്നിട്ട് ഇവിടെ ഇപ്പം തോമസ് ലീഗാനെ വന്ന് നമുക്കിവിടെ സുവിശേഷ പ്രവർത്തനം നടത്തി. ഇതുപോലെ തന്നെ ഈശോയെ സ്വീകരിച്ചു പുള്ളി ഇവിടെ കൊണ്ടുവന്ന് കൊടുക്കാനായിട്ട് വന്നൊരു വ്യക്തിത്വമായിരുന്നു. എന്നാൽ എൻ്റെ ഒന്നുമില്ല, ഞാനുള്ളത് തുറന്ന് എല്ലാവർക്കും കൊടുക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു ഇവിടെ മുതിയാവളയുടെ പ്രവർത്തനങ്ങൾ. തീർച്ചയായിട്ടും എല്ലാം ഉള്ള ഒരു തുറവിയുള്ള മനസ്സിന് ഉടമയായിരുന്നു തീർച്ചയായിട്ടും ഫാദർ. അപ്പോൾ ഈ ഫാദറിൻ്റെ ഈ പ്രവർത്തനത്തിലൂടെ കടന്നു പോകുമ്പോഴും കുഞ്ഞുങ്ങളെയൊക്കെ ഏറ്റവും അധികം ചേർത്ത് പിടിച്ചിരുന്നു. അതേപോലെ യുവജനങ്ങളെ ഏറ്റവും അധികം വിശ്വാസതലത്തിലായാലും വിദ്യാഭ്യാസത്തിൻ്റെ മേഖലയിലായാലും കൂടുതൽ ഉന്നതിയിലേക്ക് എത്തിക്കാനായിട്ട് അച്ഛനേറെ പരിശ്രമിച്ചിരുന്നു എന്നുള്ളതാണ്. അല്ല, വിദ്യാഭ്യാസപരമായിട്ട് എല്ലാവരും വളരണം എന്നുള്ളത് അച്ഛൻ്റെ ഏറ്റവും വലിയ കാഴ്ചപ്പാടായിരുന്നു. കാര്യം എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ അടുത്തേക്ക് വരുന്ന ഒരു അച്ഛനോടൊപ്പം നിൽക്കുന്ന അല്ലെങ്കിൽ അച്ഛന് എല്ലാ വീട്ടുകാരും അച്ഛൻ്റെ വീട്ടുകാരാണ്. ഏത് വീട്ടിൽ പോയാലും ഇപ്പം മായത്ത് പോയാൽ അവിടെ ഏതെങ്കിലും ഒരു വീട്ടിൽ നിന്ന് അവർ ചുട്ടം മരിച്ചിനേരിയും കൊടുക്കുന്നു, അതും കഴിച്ച് അന്നവിടെ തങ്ങും. അവിടെയുള്ള ആളുകളെല്ലാം പിറ്റേന്ന് രാവിലെ വരുന്നു, കുർബാന വയ്ക്കുന്നു. അങ്ങനെ അത്രയും അച്ഛൻ്റെ മക്കൾ തന്നെ എന്നുള്ള അവരല്ല. അപ്പം അവരെല്ലാം വിദ്യാഭ്യാസപരമായിട്ടും ജോലി സമ്പാദിച്ചവരായിട്ട് അല്ലെങ്കിൽ അങ്ങനെ നല്ല ഉന്നതിയിലെത്തണം, ആത്മീയതയോടൊപ്പം തന്നെ ഉന്നതിയിൽ ജീവിതത്തിൽ ഉയരണം എന്ന ആഗ്രഹത്തിലായിരുന്നു. അങ്ങനെ തന്നെയാണ് ഈ 22 വർഷവും ഇവിടെ പ്രവർത്തിച്ചത്. മുതിയാവളെ സംബന്ധിച്ചോളം പറഞ്ഞാൽ പ്രവർത്തിച്ചത് അങ്ങനെ തന്നെയാണ്. അതുതന്നെയാണ് ആൾക്കാരുടെ ഹൃദയത്തിൽ നിന്ന് ഈ വലിയച്ഛനെ പറിച്ചു മാറ്റാൻ പറ്റാത്തൊരു ബന്ധത്തിലേക്ക് എത്തിച്ചത്. തീർച്ചയായും അത്രയേറെ ആത്മബന്ധം ജനങ്ങളുമായിട്ട് അച്ഛനുണ്ടായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ അച്ഛന് ഈ മായം, അമ്പൂരി, വാഴച്ചിൽ എന്ന ഇങ്ങനെയുള്ള പ്രദേശങ്ങളിലൂടെ കടന്നുപോയി കുർബാന നടത്തി ഈ പറഞ്ഞതുപോലെ രോഗിയായിട്ട് വീട്ടിൽ കിടക്കുന്നവർക്ക് കുർബാന നൽകിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതുപോലെ ചെട്ടിക്കുന്ന് എന്ന ഇടവക എന്ന് പറയുന്ന ആ ദേവാലയത്തിലും അച്ഛൻ ചാർജ് എടുത്തിരുന്നു. അവിടേക്ക് തൻ്റെ കുർബാന അർപ്പിക്കാൻ താൻ ഏറ്റവും സ്നേഹിച്ചിരുന്ന ദിവ്യകാരുണ്യനെ നൽകാൻ വേണ്ടി പോകുന്ന സമയത്താണ് അച്ഛന് ചെറിയൊരു വൈയായിക ഉണ്ടാകുകയും അത് ഹൃദയാഘാതത്തിലേക്ക്, അതിനെക്കുറിച്ചൊന്ന് വിശദമായിട്ടൊന്ന് പറയാം. 1968 അന്നൊരു മിഷൻ ഞായറാഴ്ചയായിരുന്നു. അപ്പോൾ രാവിലെ ജെയിംസ് അച്ഛനോട് മുതിയാവളയിൽ കുർബാന അർപ്പിക്കാൻ എല്ലാം പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് അച്ഛൻ ചെട്ടിക്കുന്നിലേക്ക് പോവുകയായിരുന്നു. ചൂണ്ടുപല ജംഗ്ഷൻ വരെ നടന്നാണ് പോയെന്ന്. അവിടെ നിന്നിട്ട് ബസ്സിന് നിൽക്കുന്ന സമയത്താണ് അച്ഛനൊരു അസ്വസ്ഥത ഉണ്ടാകുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഒന്നിൻ്റെ അടുത്ത് പറഞ്ഞു, മക്കളെ എനിക്ക് തിരിച്ച് കുർബാനയ്ക്ക് പോകാൻ പറ്റുന്നില്ല, എനിക്ക് മുതിയാവളേക്ക് പോകണമെന്ന് പറഞ്ഞു. അവിടെ നിന്ന് അച്ഛൻ നേരെ മേടയിലേക്ക് വരികയും മേടയിൽ വന്നിട്ട് കൈക്കാരനെ വിളിച്ചിട്ട് പറഞ്ഞു, അവിടെ ഉപദേശിച്ച് കപ്പിയാരൊക്കെ ഉണ്ടായിരുന്നു, അവരെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്കിങ്ങനെ ഒരു അസ്വസ്ഥതയുണ്ട്, എനിക്ക് ഒന്ന് കിടക്കണമെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും കുർബാനയ്ക്ക് കയറിയ ജെയിംസ് അച്ഛൻ ഓടി വന്നുകൊണ്ട് ഇത് കാര്യങ്ങൾ ചോദിക്കുന്നു. പിന്നെ രോഗി ലേപനം കൊടുത്തു. അത് കഴിഞ്ഞ് ഡോക്ടറെ വിളിച്ച് കാണിച്ചപ്പോഴത്തേക്കാണ് പറയുന്നത് അച്ഛൻ മരിച്ചെന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ വളരെ കഠിനമായ പരിശ്രമത്തിലൂടെ ദൈവത്തിൻ്റെ ഒരു കാരുണ്യം നേടിയെടുത്ത ആ വ്യക്തി മിഷൻ ഞായർ തന്നെ മരിക്കുക എന്നുള്ളൊരു ദിവ്യമായ അനുഗ്രഹം കൂടെ അദ്ദേഹത്തിന് ലഭിച്ചു എന്നുള്ളതാണ്. അത് ഈശോയ്ക്ക് വേണ്ടിയാണല്ലോ ജീവിക്കുന്നത്.
അപ്പം ഈശോയ്ക്ക് ഇഷ്ടമായിട്ട് ജീവിക്കുന്ന ഒരാളിനെ ഈശോ ആ ഒരു പവിത്രമായ ദിവസം തന്നെ തിരഞ്ഞെടുത്ത് വിളിച്ചെന്നുള്ളതാണ്. പക്ഷെ ഇപ്പം അതിൽ നമുക്ക് ഇപ്പം മുതിയാവളക്കാരെ സംബന്ധിച്ചുള്ളൊരു വിഷമം എന്ന് പറയുന്നത് അന്ന് അച്ഛൻ മരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും ആകെ തകർന്ന് എന്ന് പറഞ്ഞാൽ നമ്മളെ വീട്ടിലൊരു അംഗം മരിച്ചാൽ പോലും ഇത്രയും വേദനിക്കുന്നില്ല. അന്നാണ് ഞങ്ങളൊക്കെ പറഞ്ഞു കേട്ടുള്ളൂ. അത്രയും ജനക്കൂട്ടം, അത് ക്രിസ്ത്യാനികളല്ല, ഹിന്ദുക്കളായാലും മുസ്ലിങ്ങളായാലും എല്ലാവരും വന്ന് അത്ര ഇതായിരുന്നു. പക്ഷേ അവസാനം ബിഷപ്പ് വന്നിട്ടാണ് ഈ ബോഡി പാങ്ങോടേക്ക് മാറ്റണം, അത് കർമ്മലിത്ത സഭയ്ക്ക് അവകാശപ്പെട്ടതാണെന്നൊക്കെ പറഞ്ഞിട്ട് തലേദിവസം വരെയും ഭയങ്കര വിഷയമൊക്കെ ആയിരുന്നു. ബോഡി വിട്ടുകൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അവസാനം പിറ്റേന്ന് ബിഷപ്പ് വന്നിട്ട് സംസാരിച്ചതിൻ്റെ പേരിലാണ് ബോഡി പാങ്ങോടേക്ക് വിട്ടുകൊടുക്കുന്നത്. ആ 20-ാം തീയതി ഒക്ടോബർ 20-ാം തീയതി എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിൽ ജീവിച്ചവർക്കായാലും ശരി തന്നെ ഇനിയുള്ളവർക്കും ഒരിക്കലും മറക്കാൻ പറ്റുന്ന ദിവസമല്ല. മുതിയാവിള ദേവാലയത്തിൽ വെച്ചാണ് അദ്ദേഹത്തെ ദൈവസന്നിധിയിൽ എടുക്കപ്പെട്ടതെങ്കിലും പാങ്ങോട് ആശ്രമത്തിലാണ് അദ്ദേഹത്തിൻ്റെ മറ്റ് കർമ്മങ്ങളെല്ലാം നടക്കപ്പെട്ടത്. അപ്പോൾ അവിടെ നടക്കുമ്പോഴും ഒത്തിരി ആൾക്കാർ അദ്ദേഹത്തെ കാണാൻ വന്നു. പാങ്ങോടുള്ളവർ, മുതിയാവിളയുള്ള എല്ലാ മേഖലയിലുള്ള ആൾക്കാർ വന്നപ്പോഴും തൻ്റെ സ്വന്തം നാടായ, താൻ ജനിച്ച് വളർന്ന നാടായ ബെൽജിയത്തിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളൊക്കെ ഉണ്ടല്ലോ, നേരത്തെ ഒരു സിസ്റ്ററിൻ്റെ കാര്യമൊക്കെ പറഞ്ഞില്ലേ, അപ്പോൾ അവിടെ നിന്ന് ആരെങ്കിലും അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം അങ്ങോട്ടേക്ക് കൊണ്ടുപോകണോ, അതോ അവിടെ നിന്ന് ആരെങ്കിലും നമ്മുടെ നാട്ടിലേക്ക് വന്നിട്ടുണ്ടോ? അന്ന് അച്ഛനെ കാണാനായിട്ട് എല്ലാവരും വന്നിരുന്നു. പക്ഷേ അന്ന് നമ്മുടെ ഈ ബെൽജിയംകാർ തന്നെയാണ് ഈ നമ്മുടെ ജോൺ ബാപ്റ്റിസ്റ്റ് അച്ഛൻ. അപ്പോൾ ഇവരൊക്കെ ഉണ്ട്. പക്ഷേ ബോഡി ബെൽജിയത്തേക്ക് വിട്ടുകൊടുക്കാൻ പറ്റില്ല എന്നുള്ളൊരു തീരുമാനത്തിലാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ശരിക്കും ആരുടെ തീരുമാനമായിരുന്നു അത്? കർമ്മലിത്ത മിഷൻ്റെ നിയമം അതാണ്. അവരുടെ കൂടെ നിൽക്കുന്ന ഒരു വൈദികനെ മരിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അവർ ബോഡി വീട്ടിലോട്ടോ അങ്ങനെ മറ്റു സ്ഥലത്തേക്ക് വിട്ടുകൊടുക്കില്ല. അത് തന്നെയാണ് ജോൺ ബാപ്റ്റിസ്റ്റ് അച്ഛൻ, എൻ്റെ ചിന്തയാണത്. ചിലപ്പോൾ 1973 അച്ഛൻ നാട്ടിലേക്ക് പോകാൻ തന്നെ കാരണം അത് തന്നെയാണെന്ന് അറിയില്ല. ബോഡി അവർക്ക് കിട്ടൂലല്ലോ. പക്ഷേ അച്ഛനെ സംബന്ധിച്ചോളം പറഞ്ഞാൽ അച്ഛൻ ഇവിടെ തന്നെ ജീവിക്കുന്ന ഒരവസ്ഥയിലേക്ക് വന്നതുകൊണ്ട് തന്നെയാണ് ഇപ്പം അങ്ങോട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. ഏതെങ്കിലും കാലഘട്ടത്തിൽ അച്ഛൻ പറഞ്ഞിട്ടുണ്ടോ തൻ്റെ മരണസമയത്ത് ഇവിടെ തന്നെ ആയിരിക്കണം, അതോ നാട്ടിലേക്ക് പോകണമെന്ന് പൂർവികർ വല്ലതും പറഞ്ഞ് അറിവുള്ളത്? അങ്ങനെയൊന്നും ഇന്നുവരെയും പറഞ്ഞു കേട്ടിട്ടില്ല. നമ്മൾ ഒരാളുടെ അനുഭവത്തിൽ അത് പറഞ്ഞു കേട്ടിട്ടില്ല. തീർച്ചയായിട്ടും അച്ഛന് ഇവിടെ തന്നെ ആയിരിക്കാനായിരിക്കും ഏറെ ഇഷ്ടം. കാരണം അച്ഛൻ്റെ ആഗ്രഹം അത് തന്നെയാണ്. അതോടൊപ്പം താൻ സ്നേഹിച്ച് താൻ ഒരു കൂട്ടിയ ഒരു സമൂഹമല്ലേ, അപ്പോൾ അങ്ങനെ ഇവിടെ തന്നെ ആയിരിക്കും. പിന്നെ അച്ഛനും അറിവുണ്ടായിരിക്കും, ചിലപ്പം കർമ്മലിത്ത മിഷനിൽ ഇങ്ങനെ ഒരു നിയമം ഉണ്ടെന്നുള്ള അറിയായിരിക്കും. അപ്പോൾ അതുകൊണ്ടായിരിക്കും അതിനെക്കുറിച്ചൊന്നും പറഞ്ഞായിട്ട് അറിയില്ല. അങ്ങനെ ആരും പറഞ്ഞാൽ കേട്ടിട്ട്. തീർച്ചയായിട്ടും ഇത്രയും നന്മ ഒരു മരമായിരുന്നു, നന്മ പ്രവൃത്തികൾ ചെയ്ത് വാരി വിതറിയ ഒരു വൈദികനായിരുന്നു ഫാദർ. അപ്പോൾ ഈ അവസ്ഥയിലും മരിച്ച് ദൈവസന്നിധിയിലേക്ക് പോയി തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ പ്രത്യേകമായ കരുതലും സ്നേഹവും അദ്ദേഹത്തിലൂടെ പൊതുജനങ്ങൾക്ക് എല്ലാ മേഖലയിലുള്ളവർക്ക് അത് ലഭിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും മരിച്ചു പോയെങ്കിലും നമ്മുടെ ഇടയിൽ തന്നെ അച്ഛൻ ഇന്നും ജീവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ അങ്ങനെ ജീവിച്ചിരിക്കുന്ന നമ്മുടെ അച്ഛൻ്റെ ഇനിയുള്ള പ്രവർത്തനങ്ങൾ, ഇനി വരുന്ന തലമുറകൾ അച്ഛൻ്റെ ജീവിതം എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ജീവിതത്തെ അല്ല, അച്ഛൻ്റെ സ്മരണകളെ, അല്ലെങ്കിൽ ഇനി എന്താണ് അച്ഛനെ കുറിച്ചുള്ള ഓർമ്മകൾ എങ്ങനെയാണ് നിലനിർത്തേണ്ടതെന്ന് ജനങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത്, എന്താണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഞാൻ പറഞ്ഞല്ലോ, അച്ഛൻ ജീവിച്ചിരുന്നപ്പോൾ തന്നെ മുതിയാവള എന്നല്ല, മായം, അമ്പൂരി, ഈ അച്ഛൻ പോയി സേവനം ചെയ്യുന്ന അച്ഛനെ അറിയുന്ന എല്ലാവരും പറഞ്ഞ് വിശുദ്ധനെന്നാണ് വിളിച്ചിരുന്നത്. വിശുദ്ധനായ അച്ഛനെന്നാണ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അത് തന്നെയാണ് ഈ മുതിയാവളക്കാരുടെ ആയാലും മായം, അമ്പൂരി അല്ലെങ്കിൽ പാങ്ങോട് ആശ്രമം ഇതൊക്കെ ആഗ്രഹിക്കുന്നത്. ഏതെങ്കിലും രീതിയിൽ അച്ഛന് വിശുദ്ധനാകാൻ കഴിയുന്നൊരവസ്ഥ ഉണ്ടെങ്കിൽ അതിലേക്ക് നമ്മളെ കൊണ്ട് കഴിയുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ 1984 മുതിയാവള കേന്ദ്രമാക്കി ഞങ്ങൾ അച്ഛൻ്റെ പേരിൽ തന്നെ ഒരു വിദ്യാഭ്യാസ ട്രസ്റ്റ്, അന്ന് വിദ്യാഭ്യാസ സഹായം കൊടുക്കുക എന്നുള്ളതാണ്. അച്ഛൻ വിദ്യാഭ്യാസത്തിന് വേണ്ടിയും രോഗികൾക്ക് വേണ്ടിയൊക്കെ സഹായിക്കുന്നവരതായിരുന്നു. അതിൻ്റെ ചിന്തയിൽ നിന്നുകൊണ്ടാണ് തുടങ്ങിയത്. അത് എല്ലാ വർഷവും ഇങ്ങനെ നടന്നു പോകുമായിരുന്നു. അതിൽ കുറച്ച് പള്ളികളൊക്കെ ഉൾപ്പെടുത്തി അതിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് കാര്യം നടന്നു പോകുമായിരുന്നു. തിരിച്ച് 2013 ആയപ്പോൾ ഒരു ആൽബർട്ട് OCD എന്ന് പറഞ്ഞിട്ട് മുതിയാവള ഇടവകയിൽ നിന്ന് അച്ഛനെക്കുറിച്ച് അറിഞ്ഞതിൻ്റെ പേരിൽ അച്ഛൻ പട്ടം സ്വീകരിക്കാൻ പോകുന്നത്. അത് OCD സഭയിൽ പോയ ഒരാളാണ്. ആ പുള്ളി അച്ഛനായിട്ട് ഇത് ഇടയ്ക്കൊരിക്കൽ ഇങ്ങനെ എൻ്റെ വീട്ടിലോട്ട് വന്നതാണ്. അപ്പോൾ ഞാനിങ്ങനെ ചോദിച്ചു, അച്ഛൻ ഇത് എന്തുകൊണ്ടാണ്, നമ്മുടെ അറിവില്ലായ്മയാണ് അതിനകത്തുള്ള ശരിക്കും പറഞ്ഞാൽ, എന്തുകൊണ്ടാണ് വലിയച്ഛനെ വിശുദ്ധനായിട്ട് റോമിൽ നിന്ന് പ്രഖ്യാപിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോഴാണ് അച്ഛൻ പറയുന്നത്, ഇത് വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കുന്നതിന് ഒരുപാട് പ്രോസസ്സുണ്ട്. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, നമ്മൾ അച്ഛൻ ജീവിച്ചിരുന്നപ്പോൾ തന്നെ വിശുദ്ധനായിരുന്നു എന്നുള്ളതാണ്. എല്ലാ മനുഷ്യരുടെയും അവരുടെ രോഗങ്ങളിൽ കൂടെ നിന്നുകൊണ്ട്, അവരുടെ സാമ്പത്തിക മേഖലയിൽ കൂടെ നിന്നുകൊണ്ട്, വിദ്യാഭ്യാസ മേഖലയിൽ നിന്നുകൊണ്ട് അച്ഛനെ ജീവിച്ചിരുന്നപ്പോൾ തന്നെ വിശുദ്ധൻ എന്ന് വിളിച്ചിരുന്ന ആളാണ്.
അങ്ങനെ 1984 അച്ഛൻ മരിച്ചിട്ട് 16 വർഷമാകുന്ന സമയത്താണ് അച്ഛൻ്റെ പേരിൽ ഒരു വിദ്യാഭ്യാസ ട്രസ്റ്റ് മുതിയാവള കേന്ദ്രമാക്കി ആരംഭിക്കുകയും അതിൻ്റെ ലക്ഷ്യം തന്നെയായിരുന്നു. കാര്യം അച്ഛൻ അച്ഛൻ ഇവിടെ ആയിരുന്ന സമയത്ത് അല്ലെങ്കിൽ മുതിയാവളയായിട്ട് സേവനം ചെയ്യുന്ന സമയത്ത് വിദ്യാഭ്യാസപരമായിട്ട് എല്ലാവരെയും ഉയർത്താൻ വേണ്ടി സാമ്പത്തിക സഹായമൊക്കെ കൊടുക്കുന്നതായിരുന്നു. അതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് തുടങ്ങുന്നത്. അതുകൊണ്ട് വിദ്യാഭ്യാസ സഹായത്തിന് കൊടുക്കാൻ വേണ്ടിയാണ് ആദ്യം ട്രസ്റ്റ് തുടങ്ങുന്നത്. ആ ട്രസ്റ്റ് അതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നു പോകുന്ന സമയത്ത് 2013 ഫാദർ ആൽബർട്ട് പീറ്റർ OCD എന്ന് പറഞ്ഞൊരു അച്ഛൻ, എൻ്റെ ഒരു ബന്ധുവുണ്ട്. പുള്ളി ഒരു ദിവസം എൻ്റെ വീട്ടിൽ വരുമ്പോഴത്തേക്ക് ഇങ്ങനെ ഞങ്ങളുടെ കുടുംബകാര്യങ്ങളെല്ലാം സംസാരിച്ചിട്ട് പോകാൻ ഇറങ്ങുന്ന സമയത്ത് ഞാൻ ചോദിച്ചു, വെച്ചാൽ എന്തുകൊണ്ടാണ് വലിയച്ഛനെ മുതിയാവള വലിയച്ഛനെ വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കാത്തത്? അപ്പം എൻ്റെ മനസ്സിലെ ബോധ്യം എന്ന് പറയുന്നത്, ഒരു സുപ്രഭാതത്തിൽ അച്ഛനെ വിശുദ്ധനായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് റോമിൽ നിന്നൊരു പേപ്പർ വരും. അതുകൊണ്ട് നമ്മൾ ഉടനെ തന്നെ ഒരു കുരിശടിയൊക്കെ വെച്ച് കാര്യങ്ങൾ ചെയ്തു പോകുന്നതാണെന്നാണ് എൻ്റെ വിശ്വാസമായിരുന്നു. അങ്ങനെയാണ് ഞാൻ അത് ചോദ്യം ചോദിച്ചത്. അപ്പോഴത്തേക്ക് പറഞ്ഞ് അങ്ങനെയല്ല, ഈ ഇടവകയിൽ നിന്ന് ഒത്തിരി പേരുടെ പ്രാർത്ഥനയും അതിൽ നിന്ന് കിട്ടുന്ന അനുഗ്രഹം, ഓരോരുത്തരുടെ അനുഗ്രഹങ്ങൾ കിട്ടുന്നത് റോമിലേക്ക് റിപ്പോർട്ട് ചെയ്യുമ്പോഴാണ് അങ്ങനെ ഒരു വരുന്നതെന്ന് പറയും. പക്ഷേ മുതിയാവളെ സംബന്ധിച്ച് അങ്ങനെ ഒരു കാര്യം നടക്കുന്നില്ല. ഏതെങ്കിലും പള്ളിയിലായിരുന്നെങ്കിൽ ഇതിനു മുമ്പ് അത് അച്ഛനും വിശുദ്ധൻ്റെ ആ ഒരു പാതയിലേക്കുള്ള കാര്യങ്ങൾ ഒത്തിരി നടക്കുമായിരുന്നു പറഞ്ഞു. പക്ഷെ നടക്കുന്നില്ലെന്നല്ല, അന്ന് നമ്മൾ ഒരു ആൽബർട്ട് ചേട്ടനുണ്ട്, ഞങ്ങളുടെ ഇപ്പോഴത്തെ ട്രസ്റ്റിൻ്റെ വൈസ് പ്രസിഡൻ്റാണ് പുള്ളി. പക്ഷേ അങ്ങോട്ട് ആശ്രമവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ അതിനൊരു മൂവിങ് അല്ലെങ്കിൽ ഒരു പ്രാർത്ഥനാ ചൈതന്യത്തോടെ പോകുന്നൊരവസ്ഥയല്ലായിരുന്നു. അപ്പം ഒരുപാട് കാര്യങ്ങൾ നടന്നെങ്കിലും ഈ സമയത്ത് ഈ അച്ഛൻ പറഞ്ഞതിൻ്റെ മറവിൽ ഞങ്ങൾ ഉടനെ തന്നെ എൻ്റെ മുതിയാവള ഇടവകയിൽ തന്നെ പലയിടത്തും ഞാൻ സംസാരിച്ച് നോക്കി. അപ്പോൾ ഇതിനൊരു പ്രാർത്ഥനാ കൂട്ടായ്മ സംഘടിപ്പിക്കാം, നമുക്കങ്ങനെ ചെയ്യാൻ വേണ്ടി. പക്ഷേ അപ്പോഴൊന്നും ആരും കിട്ടിയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ആ വർഷമെന്ന് പറയുന്നത് അച്ഛൻ മരിച്ചിട്ട് 45 വർഷം തികയുന്നതായിരുന്നു. ആ വർഷത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒക്ടോബർ 20 എന്ന് പറഞ്ഞാൽ ഞായറാഴ്ചയും കൂടെ ആയിരുന്നു. അതുകൊണ്ട് ഞാനൊരു മരണം വീട്ടിൽ നിൽക്കുമ്പോഴത്തേക്ക് ഈ ആൽബർട്ട് ചേട്ടനും വിശ്വംഭരണ്ണനും കൂടെ കുളവുപാറയുള്ള അച്ഛൻ്റെ അടുത്ത് ചെന്ന് ഈ 45-ാം വർഷത്തിൻ്റെ കുർബാന ചൊല്ലാൻ വേണ്ടി പറയുന്നത് ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഞാൻ ഉടനെ തന്നെ അവരെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, എന്തായാലും ഈ വർഷത്തെ കുർബാന മുതിയാവള നടക്കണം. അപ്പോൾ പറഞ്ഞില്ല, മുതിയാവള വെച്ച് നടത്താൻ പറ്റില്ല, അത് കുളവുപാറ തന്നെ വേണമെന്ന്. ഞാൻ പറഞ്ഞതിൻ്റെ പോരാ, ഇത് 45-ാം വാർഷികമാണ്, തിരിച്ച് ഈ വർഷത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒക്ടോബർ 20 അതുകൊണ്ട് നമുക്കിവിടെ തന്നെ ചെയ്യാമെന്ന് പറയുകയും അങ്ങനെ ഞാൻ നേരെ വന്ന് മുതിയാവള അച്ഛനുമായിട്ടൊക്കെ സംസാരിക്കുകയും അച്ഛൻ്റെ അനുവാദത്തോടെ, അന്ന് ഫാദർ ഷൈമോൻ തെക്കേക്കളത്തിൽ എന്ന അച്ഛനാണ് ഇരിക്കുന്നത്. അപ്പോൾ അച്ഛൻ്റെ അനുഭവത്തോടു കൂടെ തന്നെ ഞങ്ങൾ അതിനെക്കുറിച്ചൊരു കമ്മിറ്റി എടുക്കാൻ തീരുമാനിച്ചു. പക്ഷേ കമ്മിറ്റി എടുക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞപ്പോഴാണ് ആലോചിക്കുന്നത്, ഇതിനെക്കുറിച്ച് വേറെ നമുക്കൊന്നും അറിയില്ല. അച്ഛൻ ഇങ്ങനെ പ്രാർത്ഥന വേണമെന്ന് പറഞ്ഞ് അതിനെക്കുറിച്ചൊന്നും അറിഞ്ഞുകൂടാ. ഉടനെ പിന്നെ ഞങ്ങൾ അന്ന് ഈ വിശ്വംഭരേട്ടൻ, ആൽബർട്ടേട്ടൻ, ഞാൻ, അനിൽ ജോൺ എന്ന് പറഞ്ഞൊരു സുഹൃത്ത്, ജയപ്രകാശ്, പിന്നെ അഗസ്റ്റിൻ, പിന്നെ ജെറാഡ്, ഇങ്ങനെ ഞങ്ങൾ 9 പേര് ചേർന്ന് എൻ്റെ വീട്ടിൽ തന്നെ വീണ്ടും ഞങ്ങൾ കൂടി ഈ അച്ഛനെയും കൂടെ വരുത്തി, ഈ ആൽബർട്ട് പീറ്റർ OCD അച്ഛനെ കൂടെ വരുത്തിയിട്ട് ഞങ്ങൾ അവിടെ ചർച്ച ചെയ്യുകയാണ്. ഞങ്ങൾ ആലോചിക്കുകയാണ് എങ്ങനെ ഇതിന് പള്ളിയിലൊരു മീറ്റിംഗ് കൂടുമ്പോൾ നമുക്ക് എന്തൊക്കെയാണ് പറയേണ്ടതെന്ന് നമ്മൾ അറിയണമല്ലോ. അങ്ങനെ പിന്നെ അച്ഛനുമായിട്ടൊക്കെ സംസാരിച്ചപ്പോഴത്തേക്കും നമ്മുടെ വന്നൊരു ആശയമായിരുന്നു, അച്ഛൻ്റെ പേരിലൊരു ഈ ഒക്ടോബർ 20 ഒരു ബൈക്ക് റാലി പാങ്ങോടെന്ന് ആരംഭിച്ച് മുതിയാവള കാട്ടാക്കട വരെ ബൈക്ക് റാലിയായിട്ട് വരികയും കാട്ടാക്കടയിൽ നിന്ന് മുതിയാവളയിലത്തേക്ക് പദയാത്രയായിട്ട് വരാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ രാവിലെ ഒക്ടോബർ 20 രാവിലെ അവിടെ കുർബാന നടത്തി, പാങ്ങോടി നിന്ന് കുർബാനയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ബൈക്ക് റാലി തുടങ്ങി തൂങ്ങാമ്പാറ വഴി കാട്ടാക്കട എത്തിയിട്ട് ഞങ്ങൾ പിന്നെ കാട്ടാക്കട എത്തിയപ്പോൾ 2 മണിയായി. തിരിച്ച് 4 മണിക്കാണ് പദയാത്ര തുടങ്ങുന്നത്. പക്ഷേ പദയാത്രയ്ക്ക് സമയമായപ്പോഴത്തേക്ക് ആളൊന്നും ഇല്ലാതായിപ്പോയി, വളരെ കുറച്ച് പേരേ ഉള്ളൂ. ഷൈമോൻ അച്ഛൻ കാട്ടാട വന്ന് നിൽക്കുകയാണ് ഇത് ഉദ്ഘാടനം ചെയ്ത് അയക്കാൻ വേണ്ടി, സിസ്റ്റേഴ്സും ഉണ്ട്, പക്ഷേ കുറച്ച് ആളേ ഉള്ളൂ. അപ്പോൾ അച്ഛനെ വിളിച്ചിട്ട് പറഞ്ഞതെന്ന് പറഞ്ഞാൽ, എന്തായാലും വിൽസൺ ഇത് ഇവരെ മുതിയാവളയ്ക്കെല്ലാം ഓട്ടോയിലും വിളിച്ച് പറഞ്ഞയക്കുക, 2 സിസ്റ്റേഴ്സുണ്ട്, അവർ ഓരോ ഓട്ടോയിൽ പറഞ്ഞയക്കണം, നമുക്ക് അവിടെ ചെന്നിട്ട് കുർബാന നടത്താം, ഇത്രയും ആൾ കുറച്ച് പോകുന്നത് മോശമല്ലേ എന്ന് ആ ഒരു ചോദ്യം വന്നു. കാര്യം ആളില്ല, ഒരു 10-12 പേരേ വരുള്ളൂ. അപ്പോൾ ഞാൻ ഓടി ചെന്നിട്ട് ഈ സിസ്റ്റേഴ്സിനെ വിളിച്ചിട്ട് പറഞ്ഞ്, അരുണാമേരി എന്ന് പറഞ്ഞ സിസ്റ്ററാണ് അന്നത്തെ നമ്മുടെ കോൺവെൻറ്റ് സുപ്പീരിയർ. അപ്പോൾ അവരെ വിളിച്ചിട്ട് പറഞ്ഞ്, സിസ്റ്റർ അച്ഛൻ പറഞ്ഞ് ഇങ്ങനെ ഒരു ഓട്ടോ വിളിച്ച് തരാൻ നിങ്ങളങ്ങോട്ട് മുതിയാവളയ്ക്ക് പറഞ്ഞേക്കുന്നു. അപ്പോൾ ആ സിസ്റ്റർ പറഞ്ഞൊരു വാക്കാണ് ഇതിൻ്റെ ഏറ്റവും വലിയ കാതലായ ഭാഗം എന്നുള്ളത്. ഇല്ല, ഈശോയ്ക്ക് സാക്ഷ്യം കൊടുക്കാനാണ് നമ്മൾ വന്നത്, ഒരാളെ നടന്നു പോകണം വിൽസെന്ന്, നമുക്ക് നടന്നു പോയാൽ മതിയെന്ന് പറഞ്ഞു. അവർ നടക്കാൻ ഓട്ടോയ്ക്ക് പോകാൻ തയ്യാറില്ലായിരുന്നു. ഉടനെ തന്നെ ഞങ്ങൾ പിന്നെ അച്ഛൻ്റെ അടുത്ത് ഇത് അറിയിക്കുകയും അച്ഛൻ പറഞ്ഞു എന്നാൽ പിന്നെ അങ്ങനെ ആകട്ടെന്ന് പറഞ്ഞിട്ട് അച്ഛൻ ഒരു ചെറിയ ഉദ്ഘാടനം പോലെ ഒരു പ്രസംഗമൊക്കെ നടത്തി പ്രാർത്ഥിച്ചിട്ട് അച്ഛനങ്ങ് പോയി. ഞങ്ങൾ പിന്നെ അത് പദയാത്രയായിട്ട് തന്നെ മുതിയാവള വരികയും ആ വർഷം കുർബാന ചൊല്ലുകയും ചെയ്തു. തീർച്ചയായിട്ടും അന്നേ ദിവസം തന്നെ അത് സംഭവിക്കുന്നു അല്ലേ? അതാണ് ദൈവത്തിൻ്റെ പ്രത്യേകമായ ഇടപെടൽ അവിടെ നടക്കുന്നുണ്ട്. ഫാദർ വന്ന് അത് സാറിനെ കാണാനും അല്ലേ മറ്റു കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ട്. ഇതിലെ ഏറ്റവും കാതലെന്ന് പറഞ്ഞാൽ ആൽബർട്ട് അച്ഛൻ തന്നെയാണ്. കാര്യം ആൽബർട്ട് പീറ്റർ OCD എന്ന് പറയുന്ന അച്ഛൻ വന്നില്ലായിരുന്നെങ്കിൽ നമുക്കറിയില്ലല്ലോ ഇതെന്താണ്.
അപ്പോൾ നമ്മുടെയൊക്കെ ബോധ്യം എന്ന് പറയുന്നത് ഒരു സുപ്രഭാതത്തിൽ റോമിൽ നിന്ന് ഇങ്ങനെ ഇന്ന ആൾ വിശുദ്ധനെന്ന് പ്രഖ്യാപിക്കുന്നു, നമ്മൾ കുരിശടി വയ്ക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ഇതാണ് ചിന്തയുണ്ടായിരുന്നു. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ആശയമാണ് അതിനകത്തുള്ളത് എന്നുള്ളത് ഈ അച്ഛൻ വന്നതിലാണ് അറിയാൻ കഴിയും. ഇന്നും ആ അച്ഛൻ ഞങ്ങളോടൊപ്പം ഉണ്ട് പ്രവർത്തനങ്ങളിൽ. 2013 തുടങ്ങിയതാണെങ്കിലും 2014-15 കാലഘട്ടത്തിൽ ഒരു വർഷം ഞങ്ങൾ ഈ ദീപശിഖയായിട്ട് നടത്തിയില്ല. അതിന് പകരം ഞങ്ങൾ ഈ അച്ഛനുമായിട്ട് ഉണ്ടായിരുന്ന ആൾക്കാരെ വിളിച്ച് ക്ലാസ് കൊടുക്കുമായിരുന്നു. ഞങ്ങളുടെ ഇടവകളിലൊക്കെ ഉള്ള ജനങ്ങൾക്ക് ഒരു ക്ലാസ്സായിട്ട് അറേഞ്ച് ചെയ്തു. കാര്യം എന്ന് പറഞ്ഞാൽ വരുന്നവരെല്ലാം അച്ഛനെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ. ഇപ്പോഴും അതിൻ്റെ പ്രവർത്തനങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നു അല്ലേ? അതെ അതെ, ഇപ്പോഴും അതിൻ്റെ ആ ദീപശിഖയായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. 2019 കൊറോണ, ആ വർഷം 19 നടത്തി, പിന്നെ കൊറോണ ആയിരുന്നു, 2 വർഷം ഇല്ലായിരുന്നു. വീണ്ടും 22 വന്നപ്പോഴത്തേക്ക് അതിൻ്റെ തിരഞ്ഞെടുപ്പ് വന്നു, ട്രസ്റ്റിൻ്റെ തിരഞ്ഞെടുപ്പ് വന്നു. അതിന് ട്രസ്റ്റിനൊരു ഇതുണ്ട്, 3 വർഷത്തേക്ക് ഭാരവാഹികളെ തിരഞ്ഞെടുക്കും. അപ്പോൾ അതിലിപ്പോൾ സെക്രട്ടറിയായിട്ട് ഞാനാണ് ഉള്ളത്. അപ്പോൾ ഈ 22-ാമത്തെ വർഷം ഇവിടെ ആയിരുന്നു. ഇത് നമ്മൾ കാട്ടാക്കട ഫൊറോനയിലും അതോടൊപ്പം തന്നെ മായം, അമ്പൂരി, തേക്കുപാറ, വാവോട് ഈ 4 പള്ളിയും കൂടെ ഉൾപ്പെടുത്തിയാണ് നടത്തുന്നത്. കാട്ടാക്കട ഫൊറോനയിലെ എല്ലാ പള്ളിയും, പിന്നെ അന്തിയൂർക്കോണം, കിള്ളി, പിന്നെ പേയാട്, ഇത്രയും പള്ളികളാണ് ഉൾപ്പെടുത്തിയാണ് ചെയ്യാറുള്ളത്. ഇപ്പോഴും ഏത് ഘട്ടത്തിലാണ് ഈ വിശുദ്ധ പദവിയിലേക്കുള്ള ഉയർപ്പിലേക്ക് ഏത് ഘട്ടത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്? വിശുദ്ധ പദവിയിലേക്കുള്ളതിൻ്റെ എല്ലാ പ്രോസസ്സും കേരളത്തിൻ്റെ നെയ്യാറ്റിൻകര രൂപത അത് ഏറ്റെടുത്തു കഴിഞ്ഞു. കഴിഞ്ഞ 2023 ആയപ്പോൾ രൂപത ഏറ്റെടുത്തു. രൂപത ഏറ്റെടുത്തിട്ട് രൂപതാ തലത്തിൽ ചെയ്യേണ്ട എല്ലാ പ്രോസസ്സുകളും തയ്യാറാക്കി. കാര്യം സാക്ഷികളെ വിസ്തരിച്ചു കഴിഞ്ഞു. ആ അച്ഛനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞ ഒക്ടോബർ 20 റോമിലേക്ക് അയച്ചു കഴിഞ്ഞു. ഇനി അടുത്ത് ധന്യൻ പദവിയുടെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി അറിയിച്ചു എന്നുള്ളത് കുര്യനച്ഛൻ പറയുന്നുണ്ട്. കുര്യനച്ഛൻ ഇപ്പോൾ അങ്ങോട്ടാണ് ഇതിൻ്റെ ബാക്കി. കുര്യച്ചനാണ് അതിൻ്റെ വൈസ് പോസിലേറ്റർ എന്ന് പറഞ്ഞാൽ റോമിൽ നിന്ന് ഈ കാര്യങ്ങൾ ഇവിടെ നടത്തുന്ന അതിൻ്റെ ആ ചുമതലക്കാരൻ എന്ന് പറയുന്നത് കുര്യൻ ആലിങ്കൽ പാങ്ങോട് ആശ്രമത്തിലുള്ള അച്ഛനാണ്. അപ്പോൾ അച്ഛനെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം വന്ന് ഇവിടെ ഇന്നലെ ഉണ്ടായിരുന്നു, കഴിഞ്ഞ ദിവസങ്ങളിൽ 2 ദിവസം ഉണ്ടായിരുന്നു. ഈ ദിവസം എല്ലാം പറഞ്ഞതെന്ന് പറഞ്ഞാൽ അടുത്ത പ്രോസസ്സിലേക്ക് തുടങ്ങിക്കൊള്ളാൻ പറഞ്ഞിട്ടുണ്ട്, ഈ ധന്യൻ പദവിയുടെ പ്രവർത്തനങ്ങളെന്ന് പറഞ്ഞിട്ട്. തീർച്ചയായിട്ടും മുതിയാവിള അച്ഛൻ എന്നറിയപ്പെടുന്ന ഫാദർ അദേദാത്തോസ് വളരെ ധന്യനായ മനുഷ്യൻ ഇന്നും നമ്മുടെ ഇടയിൽ ധാരാളം അത്ഭുതങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നെയ്യാറ്റിൻകര രൂപതയിൽ ഒരു വൈദിക സമിതി ഇതിലേക്കായി എടുത്തിട്ടുണ്ട്. ആ വൈദിക സമിതിയിൽ എത്ര വൈദികരാണ് ഉള്ളത്, ഏതൊക്കെ വൈദികരാണ്? അതുപോലെ തന്നെ മറ്റൊരു കാര്യം, നമ്മുടെ കേരളത്തിൻ്റെ മറ്റു രൂപതകൾ ഇതിലേക്കായി എത്രമാത്രമാണ് ഇൻവോൾവ് ആയിട്ട് നിൽക്കുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 2023 തൊട്ട് നമ്മുടെ നെയ്യാറ്റിൻകര രൂപത ഈ ഫാദർ അദേദാത്തോസിൻ്റെ അല്ലെങ്കിൽ മുതിയാവള വലിയച്ഛൻ്റെ വിശുദ്ധ പദവിയിൽ നാമകരണ പ്രവർത്തനങ്ങളുടെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം അവരെ ഏറ്റെടുത്തുകൊണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ വിൻസെൻ്റ് സാമുവൽ പിതാവ് ചെയർമാനായിട്ടുകൊണ്ട് വികാരി ജനറലായിരുന്ന മുൻ വികാരി ജനറലായിരുന്ന ക്രിസ്തുദാസ് അച്ഛൻ, ഇപ്പോഴത്തെ സഹ ബിഷപ്പ് സെൽവരാജ് പിതാവ്, പിന്നെ വിൻസെൻ്റ് പീറ്റർ അച്ഛൻ, അതുപോലെ തന്നെ കുര്യൻ ആലിങ്കൽ അച്ഛനുണ്ട്. അതുപോലെ ഇനി ഒരു 3 വൈദികരുടെ ഉണ്ട്. അപ്പം അവരുടെ പേര് പെട്ടെന്ന് പറഞ്ഞപ്പോൾ കരുതത്തുകൊണ്ടാണ്. അങ്ങനെ വൈദികരും, പിന്നെ മുതിയാവള ട്രസ്റ്റിൻ്റെ പ്രസിഡൻ്റ് ആയ സ്റ്റാൻലി രാജച്ഛനും, മുതിയാവള ഇപ്പോൾ ട്രസ്റ്റ് നടക്കുന്ന അതിൻ്റെ ഇപ്പോഴത്തെ പ്രസിഡൻ്റ് എന്ന് പറയുന്നത് കാലാകാലങ്ങളിൽ വരുന്ന വൈദികനാണ് അവിടുത്തെ പ്രസിഡൻറ്റ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇന്നത്തെ ട്രസ്റ്റിൻ്റെ പ്രസിഡൻ്റ് എന്ന് പറയുന്നത് സ്റ്റാൻലി രാജച്ഛൻ. അപ്പോൾ സ്റ്റാൻലി രാജച്ഛൻ, അവിടുത്തെ ട്രസ്റ്റിൻ്റെ വൈസ് പ്രസിഡൻറ്റ് ആൽബർട്ട് ചേട്ടൻ, സെക്രട്ടറി ഞാനാണ്, അപ്പോൾ വിൽസൺ, പിന്നെ അതുപോലെ തന്നെ ജെറാഡ് ജോയിൻറ്റ് സെക്രട്ടറി, ട്രഷറർ എന്ന് പറഞ്ഞത് രാജൻ മുകുന്ദരപ്പള്ളിക്ക് അംഗമാണ്. അപ്പോൾ ഇത്രയും പേരടങ്ങുന്നതാണ് നെയ്യാറ്റിൻകര രൂപതയിൽ വരുന്ന ആ വൈദിക സമിതിയിൽ ഈ പ്രോസസ്സുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ നീങ്ങുന്നത്. അതിൻ്റെ ഇത് വൈസ് പ്രസിഡന്റ് എന്ന് പറയുന്നത് പാങ്ങോട് ആശ്രമത്തിലുള്ള കുര്യൻ ആലിങ്കൽ അച്ഛനാണ്. മറ്റു രൂപതകൾ എങ്ങനെയാണ് ഇതുമായിട്ട്? എല്ലാ രൂപതകളും ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാര്യം ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിൽ ഏറ്റവും ഇതെന്ന് പറഞ്ഞാൽ എല്ലാ രൂപതക്കാരുടെയും സപ്പോർട്ടുണ്ട്. നമ്മുടെ ഈ ഇപ്പോഴത്തെ കഴിഞ്ഞ ഒക്ടോബർ 20 പ്രോസസ്സിനെ എല്ലാം ക്ലോസിംഗ് ഡേറ്റായിട്ട് വെച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്തു. അപ്പോഴെല്ലാവരുടെ സപ്പോർട്ടോടെയാണ് ചെയ്തത്. പിന്നെ മുതിയാവളക്കാരെ സംബന്ധിച്ചോളം എന്ന് പറഞ്ഞാൽ ഈ 2025 എന്ന് പറയുന്നത് സന്തോഷത്തിൻ്റെ കാലഘട്ടമാണ്. 1988 അല്ല ഇന്നത്തെ സഹമത്രാൻ ഞങ്ങളുടെ ഇടവകയിൽ വികാരിയായിട്ട് കടന്നു വരികയാണ്. അന്ന് അച്ഛൻ പട്ടം കിട്ടിയിട്ട് ആദ്യം വരുന്നത് ഞങ്ങളുടെ മുതിയാവള ഇടവകയിലാണ്. ആ മുതിയാവളയിൽ സേവനം ചെയ്തു പോയതാണ് ഈ സെൽവരാജ് പിതാവ്. അതോടൊപ്പം തന്നെ ഇത് നമ്മുടെ വിൻസെൻ്റ് കെ പീറ്റർ അച്ഛൻ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഡയറക്ടറാണ്. ഇവിടെ മുതിയാവളയിൽ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏറ്റവും കൂടുതൽ ഇത് വലിയച്ഛനെക്കുറിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് വിൻസെൻ്റ് അച്ഛനായാലും ഇത് സെൽവരാജ് പിതാവായാലും 2 പേരുടെ കാലഘട്ടത്തും വലിയച്ഛന് വേണ്ടിയുള്ള എന്തെങ്കിലും ചെയ്യണം ആ ഒരു പ്രോസസ്സിൽ ആ ഒരു ചിന്തയിലായിരുന്നു. കാര്യം എന്ന് പറഞ്ഞാൽ
സെൽവരാജ് പിതാവിൻ്റെ കാലഘട്ടത്താണ് മുതിയാവളയെ സംബന്ധിച്ചോളം മുതിയാവളയിലൊരു ഹാള് രൂപപ്പെടുന്നത് വലിയച്ഛൻ്റെ പേരിൽ. അതോടൊപ്പം തന്നെ അതിൻ്റെ ട്രസ്റ്റിൻ്റെ ഊർജിതമായിട്ട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന സെൽവരാജ് പിതാവിൻ്റെ കാലത്താണ്. അതോടൊപ്പം തന്നെ വിൻസെൻ്റ് അച്ഛൻ വന്നിട്ട് ചെയ്തതെന്ന് പറഞ്ഞാൽ അവിടെ ഒരു ദേവാലയ നിർമ്മാണ പണി ആരംഭിക്കുന്ന വിൻസെൻ്റ് അച്ഛൻ്റെ കാലത്താണ്. പക്ഷേ അതിൻ്റെ തൊട്ട് മുന്നോടിയായിട്ട് ഒരു സ്മൃതി മണ്ഡപം തീർത്തുകൊണ്ടാണ് അച്ഛൻ ദേവാലയത്തിൻ്റെ പണി തുടങ്ങാൻ തന്നെ ആരംഭിക്കുന്നത്. അത്രയും കാര്യമായിട്ടുണ്ട്. പക്ഷേ ആ രണ്ട് പേരും ഇന്ന് രൂപതയുടെ തലപ്പത്താണ്. നമ്മളെ സംബന്ധിച്ച് മുതിയാളക്കാരെ പറഞ്ഞാൽ അഭിമാനത്തിൻ്റെ കാലഘട്ടമാണ് ഈ 2023. വിൻസെൻ്റ് കെ പി അച്ഛൻ എന്ന് പറഞ്ഞാൽ വികാരി ജനറലായിരിക്കുന്നു. സെൽവരാജൻ എന്ന് പറഞ്ഞാൽ ഇന്ന് ഞങ്ങളുടെ ബിഷപ്പായിരിക്കുന്നു. അത്രയും കാര്യമായിട്ട് നടക്കുന്നുണ്ട്. പിന്നെ ട്രസ്റ്റിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ഇവരുടെ എല്ലാവരുടെയും 100% പൂർണ്ണമായ സഹകരണവും എപ്പോഴും എന്ത് കാര്യത്തിന് പറഞ്ഞാലും ഇപ്പോൾ ഉണ്ടാകും. അതോടൊപ്പം ഇന്നിപ്പം ഞങ്ങൾ ഈ എക്സ്പോ സെൻ്റർ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് വിൻസെൻ്റ് അച്ഛനെ ഒന്ന് കണ്ട് അച്ഛനെ അപ്പോഴും തന്നെ സമ്മതിച്ചിരിക്കുകയാണ്. നിങ്ങൾ വലിയച്ഛനെക്കുറിച്ച് എന്ത് ചെയ്യാനും സ്വാഗതമാണ്. നിങ്ങൾ ഇനി അതിനകത്ത് കാര്യമായിട്ട് വലിയച്ഛനെ ആളുകളുടെ ഇടയിൽ കൊടുക്കുക അതാണ് അച്ഛൻ ആഗ്രഹിക്കുന്നത്. ഈ നിമിഷം വരെയും അതിന് ഒരിക്കലും നന്ദി പറഞ്ഞാൽ തീരാത്ത വിൻസെൻ്റ് അച്ഛനോട്. കഴിഞ്ഞ വർഷം ഞങ്ങൾ 5-ാം കുരിശിൻ്റെ ഇവിടെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അത് വന്ന് ചോദിച്ചാലും ശരി തന്നെ ഒരു തടസ്സവും ഇന്നുവരെ പറഞ്ഞിട്ടില്ല ഞങ്ങളുടെ എല്ലാ കാര്യവും. അപ്പം ഞങ്ങളുടെ മുതിയാള ട്രസ്റ്റിൻ്റെ കീഴിലായാലും ഞങ്ങൾ നേരെ രൂപത്തിൽ ഞങ്ങൾ ഒരുമിച്ച് കൂടുന്ന ആ സമിതിയുടെ കണക്കാക്കി ആണെങ്കിൽ വിൻസെൻ്റ് അച്ഛനോട് എത്ര തന്നെ നന്ദി പറഞ്ഞാലും തീരാത്തൊരു കടപ്പാട് ഞങ്ങൾക്കുണ്ട്. ഇത്രയും സമയം നമ്മോടൊപ്പം ചെലവഴിച്ച് ഫാദർ അദേദൂത്ത് അസെൻഷനെ കുറിച്ച് വളരെ മനോഹരമായ കുറേ അനുഭവങ്ങളിലൂടെ കടന്നുപോയി നമുക്ക് ഏറെ ശ്രദ്ധേയമായ കാര്യങ്ങൾ പറഞ്ഞു തന്നത് മുതിയാവിള ഇടവകയിലെ ഈ ട്രസ്റ്റിൻ്റെ സെക്രട്ടറി കൂടെയായ വിൻസെൻ്റ് സാറാണ്. സാറിന് സമന്യ വിഷൻ്റെ എല്ലാവിധത്തിലുള്ള നന്ദി അറിയിക്കുന്നു. താങ്ക് യു.